Out of the depths I cry to you, O Lord. Lord, hear my voice. O let your ears be attentive to the voice of my pleading. O Lord, should mark our guilt. Lord, who would survive? My soul is waiting for the Lord. I count on his word. Let the watchman count on daybreak, and Israel on the Lord. Israel indeed he will redeem from all its iniquity. As it was in the beginning, is now, and ever shall be, world without end. Amen. ദൈവസ്വരം ശ്രവിച്ച് ധ്യാനാത്മക ജീവിതത്തിലേക്കുള്ള തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ ഒരാൾ കാർമലിൻ്റെ വാതിലിൽ മുട്ടുന്നു. അങ്ങനെയുള്ളവർക്കായി കാർമലിൻ്റെ വാതിൽ എന്നും തുറന്നിരിക്കുകയാണ്. നിരന്തര പ്രാർത്ഥനയിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കാൻ വിളി ലഭിക്കുന്ന ഒരു യുവതി നിഷ്പാദുക കർമ്മലീത്ത സമൂഹത്തിൽ അംഗമായി പ്രവേശിക്കുന്നു. തുടർന്ന് വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ ഈ വ്യക്തി തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. ആദ്യ വ്രതത്തിലൂടെ നിശ്ചിത സമയത്തേക്ക് സമർപ്പിക്കുന്നയാൾ പിന്നീട് സാഘോഷമായ നിത്യവ്രതത്തിലൂടെ തൻ്റെ ജീവിതം മുഴുവൻ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ വഴി ദൈവത്തിനും തിരുസഭാ സേവനത്തിനുമായി സ്വയം സമർപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തിയ ധാരാളം വിശുദ്ധരാൽ സമലംകൃതമാണ് കർമ്മലീത്ത സന്യാസ സമൂഹം. ശബ്ദമുഖരിതമായ ലോകത്തിൽ നിശബ്ദതയുടെ ആന്തരിക സൗന്ദര്യം പകരുന്ന ധ്യാനാത്മക ജീവിതത്തിൻ്റെ പ്രസക്തിക്ക് ഇന്നും ഒട്ടും മങ്ങലേറ്റിട്ടില്ല എന്നതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ ജീവിതാനുഭവങ്ങൾ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അങ്ങനെയൊന്നാണ് ഈ ഭവനം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ മാത്രം പൂർണ്ണ സംതൃപ്തി കൈവരിക്കുന്നവർക്ക് ഇവിടുത്തെ ജീവിതം അത്യുത്തമമെന്ന് അനുഭവപ്പെടും. ക്ലോയിസ്റ്റർ കാർമലിലേക്ക് ഞാൻ ആദ്യമായി പ്രവേശിച്ചപ്പോൾ അവിടെ എഴുതി വച്ചിരുന്ന അമ്മ ത്രേസ്യായുടെ ഈ വാക്കുകൾ എന്നെ വളരെയധികം സ്പർശിച്ച ഒന്നായിരുന്നു. ഇന്ന് ഈ വാക്കുകളുടെ ധന്യത എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടയാക്കിയ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം ബാഹ്യമായ പ്രവർത്തന മേഖലകളുടെ വിവിധ തലങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്ററായി കൽക്കട്ടയിൽ പാവപ്പെട്ടവരുടെ ഇടയിലും അതുപോലെ തന്നെ ശിശുഭവനത്തിലും എല്ലാം സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലുപരിയായ പ്രാർത്ഥനാ പ്രേക്ഷിതത്വത്തിനുള്ള ഒരു ഉൾവിളി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിന് പ്രാധാന്യം കൊടുക്കുവാനോ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാൻ ശ്രീലങ്കയിൽ ആയിരുന്നപ്പോൾ നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിച്ചുകൊണ്ട് കാർമലിൻ്റെ ഏകാന്തതയിൽ ഒരു ഹിഡൻ ലൈഫ് നയിക്കുവാനുള്ള ശക്തമായ ഉൾപ്രചോദനം എൻ്റെ ഉള്ളിൽ തോന്നുകയും പിന്നീട് ഇത് വളരെയധികം പല സമയത്തും ഇത് വളരെയധികം ശക്തമായി എന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലുപരിയായി അവിടെയുള്ള കാർമലുകളിൽ വിശുദ്ധബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നതിനാൽ ഈ പ്രചോദനം നല്ലൊരു ബോധ്യമായി മാറുകയും അങ്ങനെ കർമ്മലീത്ത മിണ്ടാമടത്തിൽ ചേരുവാനുള്ള തീരുമാനമെടുക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇതെങ്ങനെ സാധ്യമായി തീരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ദൈവത്തിൽ മാത്രം ആശ്രയം അർപ്പിച്ചുകൊണ്ട് ഇത് ദൈവം തന്ന ഉൾപ്രചോദനമാണെങ്കിൽ ദൈവം തന്നെ എന്നെ കാർമലിൽ എത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അധികാരികളോട് എനിക്ക് ലഭിച്ച ഉൾവിളിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അവർക്കത് ബോധ്യപ്പെടുകയും കാർമലിൽ ചേരുവാനുള്ള അനുവാദം എനിക്ക് നൽകുകയും ചെയ്തു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന ഈ തിരുവചനം ദൈവം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർത്തുകൊണ്ട് അവിടുത്തെ അനന്ത പരിപാലനയുടെ വഴികളിലൂടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തി എനിക്ക് പകർന്നു തന്നുകൊണ്ട് അവസാനം സ്വന്തം നാട്ടിലെ ആവിലാരാമിൽ എന്നെ എത്തിക്കുകയും ചെയ്തു. ഒരാത്മാവിനെ രക്ഷിക്കാൻ 1000 പ്രാവശ്യം മരിക്കാൻ സന്നദ്ധയാണെന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ ഓരോ കർമ്മലീത സന്യാസിനിക്കും പ്രചോദനമാകുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സ്വയം വിശദീകരിച്ചുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ദൈവൈക്യം പ്രാപിക്കുക എന്ന തങ്ങളുടെ ജീവിത ലക്ഷ്യം ഈ അവധിക്കുള്ളിൽ സാധ്യമായി തീരുന്നു. മോൾക്ക് ചെറുപ്പം മുതലേ തന്നെ മടത്തി പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോഴാണേലും വലിയ ആഡംബര ജീവിതത്തിനോടുള്ളൊരു താല്പര്യമൊന്നും അവൾക്കില്ലായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് മടത്തി പോകണം എന്നുള്ള ആവശ്യം അവളിങ്ങനെ പറയുന്നത്. ആദ്യമൊന്നും ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എങ്കിൽ കൂടി അവൾ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ മിഷണറി ചാരിറ്റീസിലേക്ക് അവളെ വിടുകയായത്. അവിടെ പോയി 5 വർഷം ശ്രീലങ്കയിലൊക്കെ പോയി സേവനം ചെയ്തു. അതിന് ശേഷം തിരിച്ച് കൽക്കട്ടയിൽ വന്നിട്ടാണ് പിന്നെ ഇങ്ങനെ അവൾക്ക് ഈ ഉണ്ടാമടത്തിലേക്ക് മാറണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടെന്ന് അവൾ ഞങ്ങളെ അറിയിച്ചു. അതും പ്രകാരം അപ്പോഴേക്കും ഞങ്ങൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിളി തിരിച്ചറിഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് സന്തോഷത്തോടെ അതിനെ മഠത്തിലേക്ക് വിടുകയായത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവളെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പം കൊല്ലത്തുനിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. വന്നതിന് ശേഷം ഇവിടെ വന്ന് ഇപ്പം അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെ ഇപ്പം കൂടുതൽ ഹാപ്പിയാണ് ഞങ്ങളും. ഇപ്പം മകളെക്കുറിച്ചുള്ള സങ്കടമൊക്കെ അങ്ങ് തീർന്നു പോയി. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന സങ്കീർത്തന വചനം ഓർത്തുകൊണ്ട് ദൈവം നൽകിയ ഈ മഹാദാനത്തിന് നന്ദി പറയുന്നു. ഇതുപോലെ ഒരു മഠത്തിൽ എനിക്ക് സ്ഥാനം തന്നതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പ്രാർത്ഥനയിൽ ദൈവം ആത്മാവിനോട് സംസാരിക്കുന്നു. സാധാരണയായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന അവസരങ്ങളിൽ സമർപ്പണ ജീവിതത്തിനോട് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാൽ ഇത് വെറും ഒരു തോന്നലാണെന്ന് കരുതി ഞാൻ അതിനെ പലപ്പോഴും അവഗണിച്ചു. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉള്ളിലെ വിളി കൂടിക്കൂടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഈ ആഗ്രഹം എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരതിനെ എതിർത്തു. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നു. അതിനുശേഷം 2005 നേഴ്സിംഗ് പഠിക്കുന്നതിനായി ഹോളിക്രോസിലെ ലൂർദ് സ്കൂൾ ഓഫ് നേഴ്സിംഗിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. എൻ്റെ ദൈവവിളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചതും അതിനായി ദൈവം എന്നെ പ്രത്യേകം ഒരുക്കിയതും എൻ്റെ നേഴ്സിംഗ് പഠന ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ നേഴ്സിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ ഗബ്രിയേല ഇല്ലിക്കൽ ഞങ്ങളുടെ പഠന കാര്യങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്കും വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെന്നെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ക്ലോയിസ്റ്റഡ് കാർമലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ എൻ്റെ 3 വർഷത്തെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഞാൻ അവിടെ തന്നെ തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചു. ക്ലോയിസ്റ്റഡിൽ ചേരണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അപ്പോൾ അവരതിനെ എതിർത്തു. മാത്രമല്ല അവരതിന് പറഞ്ഞ കാരണം ഒരിക്കലും വീട്ടിൽ പോകുന്നതിനോ പുറത്തിറങ്ങുന്നതിനോ കഴിയാത്ത വിധത്തിലുള്ള ഹാർഡായിട്ടുള്ള ഒരു ലൈഫാണ് അവിടെയെന്ന്. എങ്കിൽ പിന്നെ അവിടെ തന്നെ പോയാൽ മതിയെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് എനിക്ക് സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ഏറ്റവും നല്ലതല്ലേ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു സമ്മാനം നമ്മുടെ ജീവിതം തന്നെയല്ലേ.
എനിക്ക് നഷ്ടം വരുന്ന ഒരു ബലി തന്നെ ദൈവത്തിന് അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവന് നമ്മളെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നത് തികച്ചും ന്യായമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതി. ഇതിനിടയിൽ ഞാൻ ഒരു ജോലി ലഭിക്കുന്നതിനായി ദുബായിൽ പോയി ഒരു എക്സാം എഴുതണമെന്ന് എൻ്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ദുബായിക്ക് പോയി. എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരെന്നെ ദുബായിലേക്ക് വിട്ടത്. എക്സാം ഫെയിലാവുകയാണെങ്കിൽ എന്നെ തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. എക്സാം ഫെയിലാവുക മാത്രമല്ല, റെയിൽവേ നേഴ്സിൻ്റെ മറ്റൊരു എക്സാം എഴുതുന്നതിന് വേണ്ടി എനിക്ക് തിരികെ വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ തിരികെ വന്ന് റെയിൽവേ നേഴ്സിൻ്റെ ആ എക്സാം എഴുതുകയും പിന്നീട് ഹോളിക്രോസിൽ തന്നെ സ്റ്റാഫ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 6 മാസക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. മെയ് 9-ാം തീയതി എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 ഓഫ് ലഭിച്ചിരുന്നു. അന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും എടുത്ത് ഞാൻ മഠത്തിലേക്ക് ചെന്നു. എന്നെ കണ്ടതും കൂടെ ആരുമില്ലാത്തതിനാൽ എങ്ങനെ സ്വീകരിക്കുമെന്ന സംശയം അവർക്കും. തിരികെ പോയി എൻ്റെ ആൻറ്റിയായിരുന്ന സിസ്റ്ററിനെയും കൂട്ടി വരണമെന്ന് എന്നോട് അവർ പറഞ്ഞു. ഞാൻ തിരികെ പോയി. വൈകുന്നേരം ഞങ്ങൾ 2 പേരും കൂടി വീണ്ടും മഠത്തിലേക്ക് വന്നു. സിസ്റ്റർ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അവരോട് ഒരുവിധം സമാധാനപ്പെടുത്തി. തൽക്കാലം 3 മാസത്തേക്ക് വിടണമെന്നും പറഞ്ഞു. അങ്ങനെ 3 മാസത്തേക്ക് എന്ന് പറഞ്ഞ് അവരും സമ്മതിച്ചു. എന്നാൽ 3 മാസത്തേക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ കയറിയത്. എന്നും എന്നേക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ അകത്തേക്ക് കയറിയത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം തിരികെ വീട്ടിൽ പോയിട്ട് വരണമെന്ന നിയമം നിർബന്ധമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 10-ാം തീയതി ഞാൻ വീട്ടിൽ പോയി. എനിക്ക് വീണ്ടും തിരികെ മടത്തി വരണമെന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരെന്നെ കൊണ്ടാക്കുകയില്ലെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നെ തിരികെ കൊണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുകയില്ലെന്ന് പറഞ്ഞ് പട്ടിണി കിടന്നു. അവസാനം അവർ സമ്മതിച്ചു. എന്നെ കൊണ്ടാക്കാൻ എൻ്റെ കൂടെ വന്നത് എൻ്റെ മമ്മിയാണ്. കോൺവെൻറ്റിന് മുമ്പിലുള്ള റോഡിൽ ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തി. ഞാൻ ഇറങ്ങി. മമ്മി എന്നോട് പറഞ്ഞു, ഇനിയാണെങ്കിലും നിനക്ക് തിരിച്ചു വരാം, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മമ്മി എൻ്റെ കൂടെ വന്ന് എന്നെ കൊണ്ടാക്കും. മമ്മി പറഞ്ഞു, ഞാൻ വരില്ല, ഓട്ടോക്കാരനോട് ഓട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് ഒറ്റപ്പോക്ക്. ഞാൻ പതിയെ മഠത്തിലേക്ക് കയറി ചെന്ന് മണിയടിച്ചു. അപ്പോൾ പാർലറിൽ 3 അച്ഛന്മാരിരിപ്പുണ്ടായിരുന്നു. അവർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റി. പിന്നീടും ഞാൻ മഠത്തിനായിരുന്നപ്പോൾ പല പ്രാവശ്യവും എന്നെ തിരികെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് അവർ പല പരിശ്രമങ്ങളും നടത്തി. അതിനുശേഷം അവരെന്നെ കാണാൻ വന്നിട്ടേയില്ല. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആദ്യ വ്രത വാഗ്ദാന ദിവസം അവരെല്ലാവരും വന്നു. ഇപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്നേക്കാൾ അധികം അവർക്കാണ് സന്തോഷം. ഞാനെടുത്ത ഈ തീരുമാനം വളരെ നല്ലതാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവരുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്കിപ്പോഴുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുള്ളതിലേറെ ആനന്ദം ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും. ദൈവപരിപാലനയുടെ വ്യക്തമായ സാക്ഷ്യമാണ് ആവിലാരാം എന്ന ഈ കർമ്മലീത്ത നിഷ്പാദുക സന്യാസിനി സമൂഹം. ഈ സന്യാസ ഭവനത്തിൻ്റെ നിർമ്മാണഘട്ടം മുതൽ ഇന്നേ വരെ ഒരു കുറവും കൂടാതെ ദൈവം ഇവരെ സംരക്ഷിച്ചു പോരുന്നു. ഈ ഭവനത്തിലെ അനുദിന ജീവിതത്തിന് ഇവർക്കാവശ്യമായതെല്ലാം നല്ലവരായ അയൽക്കാരും ഉപകാരികളും വഴി ദൈവം ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവപരിപാലനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൽ 1-2 കാര്യം ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കാം. ഈ കോൺവെൻറ്റിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 3 സ്ത്രീകൾ വന്ന് എന്നോട് പറഞ്ഞു, പാർലറിൽ വന്നൊന്ന് മദറിനെ കണ്ട് സംസാരിക്കണമെന്ന്. അങ്ങനെ ഞാൻ വരികയും അവരെന്നെ കണ്ടപ്പോൾ പറയുകയാണ്, ഇത്രയും ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ വന്നതും ഇവിടെ ഒരു പള്ളി വന്നതും എല്ലാം ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തരാണ് കേട്ടോ.
കാരണം ഈ ഒരു സ്ഥലം, ഇവിടം ഒരു അന്ധകാരം നിറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു. ഞങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകാനേ ഭയമായിരുന്നു. പള്ളിയിൽ രാവിലെ പോകുന്നത് തന്നെ വേറെ വഴിയിലൂടെ ചുറ്റിക്കറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ സ്ത്രീകൾ ഒന്നിച്ചുകൂടി ജപമാല ചൊല്ലുകയും മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചിരുന്നു, മാതാവേ ഒരു കുരിശ് ഇവിടെ സ്ഥാപിക്കണമേ എന്ന്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. എങ്കിലും ഒരു ആഗ്രഹം കൂടി മാത്രമേ ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ആ കുന്നിൻ്റെ മുകളിൽ ഒരു കുരിശ് സ്ഥാപിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യമാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം അത് ചെയ്യാനുള്ള സാമ്പത്തികവും ഇല്ല, അത് ഉടനെ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു സഹോദരി വിളിക്കുക, ഫോണിലൂടെ വിളിച്ചു, സിസ്റ്ററെ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ മഠത്തിൽ? അപ്പം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഈശോയെ എന്ന് വിളിക്കുകയും എൻ്റെ കണ്ണിലൂടെ സന്തോഷത്തിൻ്റെ കണ്ണുനീര് ഒഴുകി. അപ്പം ഞാൻ ആ നടന്ന കാര്യങ്ങളെല്ലാം ആ സഹോദരിയോട് പങ്കുവെച്ചു. അപ്പോൾ പറയാണ്, ഇതൊരു ദൈവനിയോഗമാണ്, എത്രയും വേഗം ആ കുന്നിൻ മുകളിൽ ഒരു കുരിശ് സ്ഥാപിച്ചു, അതിൻ്റെ ആവശ്യമായ പണം ഞാൻ ഉടനെ അയച്ചു തരാം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6:33 പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് നടത്തിക്കൊള്ളും. ദൈവപരിപാലനയുടെ ഒരനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഈ കോൺവെൻറ്റിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് റോമിൽ നിന്ന് കാനോനിക്കൽ എറക്ഷൻ്റെ പെർമിഷൻ ലഭിച്ചത്. അത് മാർപ്പാപ്പായുടെ അംഗീകാരം ആണ്. ആ അംഗീകാരം അഭിമന്യ പിതാവിൻ്റെ ചുമതലയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത്. ആ ചടങ്ങ് 2019 മെയ് 7-നാണ് നിശ്ചയിച്ചത്. തലേ ദിവസം സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ പള്ളിയും അൾത്താരയും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പോയി. എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അസ്വസ്ഥത. വളരെ മോശമായ ഒരു കാർപ്പറ്റാണ് ഓൾട്ടറിൽ കിടക്കുന്നത്. പിതാവൊക്കെ വരുന്നതല്ലേ, ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പം ഇത്തിരിയൂടെ നല്ലൊരു കാർപ്പറ്റ് ഇച്ചിരൂടെ വലുത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം അതിന് ചിന്തിക്കാനും കൂടെ നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പം ഉള്ളത് മതി. ദൈവം ഇനി ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് ഈ ആവശ്യം പറയാം. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഒരു സഹോദരൻ പാറയിൽ വന്ന് മണി അടിച്ചു. സിസ്റ്റർ ഓടിച്ചെന്ന് ചോദിച്ചു, എന്തിനാ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാർപ്പറ്റ് കൊണ്ടുവന്നു അതാ. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, വിൽക്കാനായിട്ടാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് തരാനായിട്ടാണ്, ഇത് ആ ഡോറ് തുറക്കണം, ഇത്തിരി വലുതാന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. സിസ്റ്റർ സന്തോഷം കൊണ്ട് തുള്ളി ചാടി എൻ്റെ അടുത്ത് വന്ന്, മദറെ ഒരു സഹോദരൻ ഒരു കാർപ്പറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഡോറ് തുറക്കണം, മദർ ഓടി വായോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേന് ഞങ്ങൾ ഡോറ് തുറന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും നല്ല മനോഹരമായൊരു കാർപ്പറ്റ്. അപ്പം ഞങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു, മോനെ ഇതെങ്ങനെയാണ് മോനെ ഇത് ഞങ്ങൾ വാങ്ങാൻ തോന്നിയെന്ന് ചോദിച്ചു. അതേ, നിങ്ങൾക്കറിയാലോ, ഞാൻ അമ്മത്രേസ്യയുടെ ഒരു ഭക്തനാണ്. ഇന്നലെ രാത്രിയിൽ അമ്മത്രേസ്യ എന്നോട് വന്ന് പറയുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി. മഠത്തിൽ കാർപ്പറ്റില്ല, എത്രയും വേഗം ഒരു കാർപ്പറ്റ് വാങ്ങിച്ച് അവിടെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ദൈവം അമ്മത്രേസ്യയിലൂടെ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി തന്നു. അപ്പോൾ എന്തുമാത്രം അമ്മത്രേസ്യ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് ആകുലപ്പെടേണ്ട, ഒന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും വേണ്ട. ഈശോയെ സ്നേഹിക്കുക, ഈശോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചുകൊള്ളും. ഇത് ഞങ്ങളുടെ പെർഫെക്ഷനിൽ അമ്മത്രേസ്യ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വീട് വെച്ച് വരാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത്
ഇവിടെയുള്ള പിന്നെ എന്നെ അറിയുന്ന ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഈ നീ വീട്ടെടുക്കാൻ പോകുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമൊന്നുമല്ല, അങ്ങനെ മദ്യത്തിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് അവിടെ, അപ്പം നിങ്ങൾക്ക് അവിടെ നല്ലതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ പറയുമായിരുന്നു, ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ആ സ്ഥലമൊക്കെ ശരിയാവും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് വീടൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നോക്കുമ്പോൾ റോഡ് സൈഡിലാണ് എൻ്റെ വീട്. അപ്പം ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കള്ളുപിടിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്ക് വിഷമാവും. അപ്പം അടുത്തുള്ള 2-3 അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും, നമുക്ക് കുറച്ച് കരണക്കൊന്തയൊക്കെ ചൊല്ലാം, ചിലപ്പോൾ ഇതൊക്കെ മാറ്റം വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും കൂടെ വന്ന് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കരണക്കൊന്തയൊക്കെ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു, ഈ ദേശത്ത് നിൻ്റെ ഒരു കുരിശ് നാട്ടണേ, അങ്ങനെ ഈ ദേശം ഒരു അനുഗ്രഹമാക്കി മാറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ അച്ഛനിങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു മിണ്ടാമടം വരുന്നുണ്ട്. അപ്പം മിണ്ടാമടം വരുന്നെന്ന് കേട്ടപ്പോൾ ഞങ്ങളോർത്തു മറ്റുള്ള ഗവൺമെൻറ് മിണ്ടൂലായിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വികാരിയച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, അവർ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം, അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരിവിടെ പടം പണിയുന്ന സമയത്ത് ജസ്റ്റ് കാണാനൊക്കെ വന്നു. പിന്നെ അന്നേരം അവർക്ക് എന്താ വേണ്ട സഹായമൊക്കെ ചെയ്യണം എന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയി. പിന്നെ ഇവർ പിന്നെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അവർ കഴിയുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് തരാറുണ്ട്. പിന്നെ 3 മണി നേരങ്ങളിലൊക്കെ ഈ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ടാവും പള്ളിയിൽ. അപ്പം നമ്മുടെ കരസ്മാറ്റിക്കിലൊക്കെ ഉള്ള 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി 3 മണിയാകുമ്പോൾ വന്ന് കരണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച്, അപ്പോൾ നല്ലൊരു അങ്ങനെ ആ കുടുംബത്തിലെല്ലാം നല്ല ശാന്തി സമാധാനമൊക്കെ ആയി. പിന്നെ ഇവിടെ റോഡ് ഉണ്ടായിരുന്നില്ല, റോഡായിരുന്നു. അപ്പം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിനോട് പറയും, അവരിങ്ങനെ പ്രാർത്ഥിയൊക്കെ ചെയ്ത് ഇപ്പം നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നല്ല റോഡൊക്കെ ആയി. പിന്നെ നല്ല ഞാൻ പറഞ്ഞ മദ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം മാറി, ഇപ്പം നല്ല ശാന്തി സമാധാനമൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ മക്കൾക്ക് പ്രാർത്ഥനയിലൂടെ ശക്തി ആർജിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയുവാനൊക്കെ ഈ ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് ഇടയാവുന്നുണ്ട്. ഒത്തിരിയേറെ മക്കൾ അവരുടെ വേദനകളുടെ സമയത്ത് പ്രാർത്ഥനകളുടെ ആവശ്യം വളരെ അധികം ആഴത്തിൽ ബോധ്യപ്പെടുന്ന നിമിഷങ്ങളിൽ ഓടി അണയുന്നൊരു സ്ഥലമായി ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് മാറിയിരിക്കുന്നു. ഇവിടെയുള്ള സിസ്റ്റേഴ്സ് അവർ ഈ ലോകത്തിനേക്കാളും പ്രധാനം, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളെക്കാളും പ്രധാനം ദൈവത്തിലായിരിക്കുന്നതാണ് എന്ന് ഓരോ മക്കളെയും പഠിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലൂടെ സ്വർഗീയമായ ആനന്ദം അവരുടെ മുഖത്തിൽ നിന്ന് ഒപ്പിയെടുക്കുവാനും ഇവിടെയുള്ള മക്കൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ശക്തി കേന്ദ്രമായി ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് ഇവിടെ നിലകൊള്ളുന്നു. ധ്യാനനിരതമായ പ്രാർത്ഥന അനുഭവം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയം അനേകർക്ക് ഒരു അഭയകേന്ദ്രമാണ്. ഏകാന്തതയിൽ ദൈവസ്വരം ശ്രവിക്കുന്നതിനായി ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ്. ഇതിൽ മറ്റു സന്യാസിനി സമൂഹത്തിൽ നിന്നുമുള്ള അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇതിനു സഹായകമായ നിശബ്ദവും ഏകാന്തവുമായ ഒരിടവും സാഹചര്യവുമാണ് ഇവർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥരാണ് ഇവർ. ഞങ്ങൾ എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും, പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിലും ഈ മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനോട് പറയാറുണ്ട്. അസുഖം വരുമ്പോഴും ഒക്കെ കുടുംബത്തിലുള്ളവരൊക്കെ ഇവരുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ വഴി ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ മിണ്ടാമഠം വന്നതോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് മിണ്ടാമഠം വന്നതിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. സുവിശേഷ പ്രബോധനങ്ങളെ കഴിവിൻ്റെ പരമാവധി പരിപൂർണതയോടെ അനുഷ്ഠിച്ച് സഭയ്ക്കും ലോകത്തിനുമായി നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന തെരേസ്യൻ കർമ്മലീത്തർ ആധുനിക ലോകത്തിന് അത്ഭുതം തന്നെയാണ്. ഇരുമ്പഴികൾക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു സന്ദർശകനും ഈ ജീവിതത്തെ വിലമതിക്കാതെ പോയിട്ടില്ല. ഈ ദൈവവിളിയെ വലിയ വെല്ലുവിളിയായി തന്നെ കാണുവാൻ അവർക്ക് സാധിക്കുന്നു. മിണ്ടാമടങ്ങളുടെ ആവൃത്തിക്കുള്ളിൽ നിശബ്ദതയിൽ പാഴായി പോകുന്ന ജന്മമല്ല ഇവരുടേത്. പ്രാർത്ഥനയിൽ നിന്നും കരഗതമാകുന്ന ദൈവാനുഗ്രഹങ്ങളും സൽഫലങ്ങളും ഇതിനെല്ലാം ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്.